കൊച്ചിയിൽ ഇന്നലെ അറസ്റ്റിലായത് അന്താരാഷ്ട്ര സൈബർ തട്ടിപ്പ് സംഘമെന്ന് പോലീസ്. ചൈനീസ് പൗരന്മാരാണ് തട്ടിപ്പാപ്പുകൾ നിയന്ത്രിക്കുന്നത്. തട്ടിപ്പിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വ്യാപകമായി യുവാക്കളെ കംബോഡിയയിലേക്ക് കടത്തി ഇന്നലെ പിടിയിലായ അരൂർ സ്വദേശി സൂരജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഈ സൂരജ് കൃഷ്ണയ്ക്കും ആദിൽ കെപ്പിക്കും ഫൈസലിനും ഈ തട്ടിപ്പ് സംഘങ്ങളുമായി എന്താണ് ബന്ധമുള്ളത്? അവർ ഇവിടുത്തെ അവരുടെ ബ്രാഞ്ച് പോലെ പ്രവർത്തിക്കുന്നവരാണോ? വിപിൻ, ആഷ്മി, തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ഒരു വലിയ പൂട്ട് തന്നെയാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് തുറന്നിരിക്കുന്നത് എന്ന് പറയാം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കംബോഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെയൊക്കെ ഒരു സംവിധാനത്തിലാണ് ഇങ്ങനെ ഈ തട്ടിപ്പിന് വേണ്ടി മാത്രം ഒരു യൂണിറ്റ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. അത് ചൈനീസ് പൗരന്മാരാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പലതവണയായി കേട്ടിട്ടുള്ളതാണ് ഡിജിറ്റൽ അറസ്റ്റ്, ട്രേഡിംഗ് ആപ്പുമായിട്ടുള്ള തട്ടിപ്പ്, ലോൺ ആപ്പ് തട്ടിപ്പ്. ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ലോബി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ വലിയ ഒരു കേന്ദ്രം കംബോഡിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇതിലേക്കൊക്കെ എത്തിക്കുന്ന ആദ്യത്തെ സംഭവം ഇവിടുത്തെ ഒരു ഡോക്ടർക്ക്, അതായത് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യുവ ഡോക്ടർക്ക് മാട്രിമോണിയൽ സൈറ്റ് വഴി ഒരു യുവതിയുടെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു റിക്വസ്റ്റ് വരികയാണ്. അങ്ങനെ അവർ സൗഹൃദത്തിലാവുന്നു. ഈ സൗഹൃദത്തിലായതിനു ശേഷം ഈ ട്രേഡിംഗ് ആപ്പ് നല്ലൊരു വഴിയാണ് ലാഭമുണ്ടാക്കാൻ എന്ന് ഈ യുവതി പറയുന്നതായിട്ടും 36 ലക്ഷം രൂപ ഈ ഡോക്ടർ അതിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ലാഭമോ ആ പണം ഒന്നും തന്നെ തിരിച്ചു ലഭിച്ചില്ല. ഇതിൽ സംശയം തോന്നിയാണ് ഈ മാട്രിമോണിയൽ സൈറ്റ് വഴിയിലേക്ക് കയറി നോക്കിയപ്പോൾ അതൊരു ഫേക്കാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസിന്റെ അന്വേഷണം എത്തി നിന്നത് പിന്നീട് കംബോഡിയയിലാണ്. ഈ കംബോഡിയയിൽ സൂരജ് എന്നുള്ള അരൂർ സ്വദേശിയാണ് ഈ ഒരു യുവതിയുടെ പേരിൽ ഈ ഡോക്ടറെ ബന്ധപ്പെട്ടതെന്ന് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കംബോഡിയയിലേക്ക് മലയാളികൾ, നൂറുകണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഈ മലേഷ്യ, തായ്ലാന്റ് വഴി അവിടേക്ക് ആദ്യ ഘട്ടത്തിൽ ഇവിടെ നിന്ന് വിസയായിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് റോഡ് മാർഗം കംബോഡിയയിലേക്ക് എത്തിക്കുകയാണ്. അവിടുത്തെ വീട്ടുജോലി, ഹോട്ടൽ ജോലിക്കൊക്കെ ആളെ എടുക്കുന്നു എന്നുള്ള പേരിലാണ് ഇവരെ അവിടേക്ക് എത്തിക്കുന്നതും ഇങ്ങനെ ജോലി വിസ സംഘടിപ്പിക്കുകയും കൊടുക്കുന്നത്. പിന്നീട് കംബോഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത്. സാമ്പത്തിക പ്രയാസം കാരണം അവിടെ ഒരുപാട് പേർ ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവരൊക്കെയാണ് ഇവിടുത്തെ ആളുകളെ, ഓരോ ആളുകളെയും കേന്ദ്രീകരിച്ച് ഫോൺ വിളിക്കുന്നതും ഈ തട്ടിപ്പിലും ഡിജിറ്റൽ അറസ്റ്റിലേക്കും ഒക്കെ എത്തിക്കുന്ന രീതിയിൽ ഈ ഒരു വലിയ വലയിലേക്ക് അവരെ ആക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പോലീസിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ സൂരജിനെ കൂടുതലായി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം ഈ ഡോക്ടർ ഇട്ട പൈസ പിൻവലിച്ചിട്ടുള്ള ആദിലും ഫൈസലിനെ കൂടി വരുന്ന ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യും. കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത്.